കണ്ണൂരിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ പൂട്ടാൻ കൂടോത്രം നടന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ. കെ സുധാകരന്റെ വീടിന് സമീപം കുഴിച്ചിട്ട തകിടുകൾ കണ്ടെത്തി. കുഴിച്ചിട്ട വസ്തു പുറത്തെടുത്തത് കെ സുധാകരന്റെ സാന്നിധ്യത്തിലെന്നും ഉണ്ണിത്താന്റെ വെളിപ്പെടുത്തൽ. 1.5 വർഷം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. KJ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിവരങ്ങൾ. രോഹിണി, 1.5 വർഷം മുമ്പായിരുന്നു ഇത്തരം കണ്ണൂരിലെ ഈ KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ ഇത്തരത്തിലൊരു കൂടോത്രം കണ്ടെത്തുന്നത്. 1.5 വർഷം മുൻപ് ഈ സുധാകരന് നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങളോ അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ പല തിരിച്ചടികളും ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ടയിലുള്ള ഒരു ജോത്സ്യനെ സമീപിക്കുകയും ആ ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരം കണ്ണൂരിലെ കെ സുധാകരന്റെ വസതിയുടെ കിഴക്കേ മൂലയിൽ പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ കൂടോത്രം കണ്ടെത്തിയിരിക്കുന്നത്. അത് കെ സുധാകരൻ, അതോടൊപ്പം തന്നെ ഒരു ജോത്സ്യൻ, അതോടൊപ്പം കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവർ 3 പേരും ചേർന്നാണ് അവിടെ പരിശോധന നടത്തുന്നത്. ആ കന്നിമൂലയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കൂടോത്രം കണ്ടെത്തിയിരിക്കുന്നത്. ആ കൂടോത്രത്തിൽ ഒരു തെയ്യത്തിന്റെ രൂപം, അതോടൊപ്പം തന്നെ തകിടുകൾ, മറ്റുള്ള വസ്തുക്കളും എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ജോത്സ്യം ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, കാലിന് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നു. സുധാകരൻ പറയുന്നു, അതിന് മറുപടി നൽകുകയാണ്. വർഷങ്ങളായി തന്നെ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി പറയുന്നു. ഇതിന് മറുപടിയായി രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നു, എന്തായാലും രക്ഷപ്പെട്ടല്ലോ, ഈ കൂടോത്രം കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന രീതിയിലും രാജ്മോഹന്റെ വാക്കുകൾ, രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകളും അതിലുണ്ട്. എന്തായാലും 1.5 വർഷം മുൻപ് നടന്ന സംഭവത്തിന്റെ വീഡിയോകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോകൾ, ഈ ദൃശ്യങ്ങളുടെ തുടർന്നുള്ള പ്രതികരണങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചിരുന്നു. പക്ഷേ അതിന് പ്രതികരിക്കാൻ എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ തയ്യാറായിട്ടില്ല. എന്തായാലും ശ്രീജിത്ത്, വളരെ വിചിത്രമായ കാര്യം തന്നെയാണ്. ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിലൂടെ വളരെ വലിയ ഒരു ചർച്ചയാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയപരമായി ഇത് തൻ്റെ രാഷ്ട്രീയ ശത്രുക്കളാകാം എന്നുള്ള രീതിയിലുള്ള ഏതെങ്കിലും സൂചന രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നോ കെ സുധാകരന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ 2 പേരും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും 1.5 വർഷം മുൻപ് നടന്ന സംഭവമാണ്. ഇപ്പോൾ വലിയ വിജയത്തിന്റെ ഭാഗമായാണ് സുധാകരനും അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും നിൽക്കുന്നത്. കാസർഗോഡ് ആയാലും കണ്ണൂരിലായാലും വലിയ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കൂടോത്രത്തിന്റെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ആ വീട്ടിൽ നിന്നും എടുത്തെന്ന് പറയുമ്പോൾ തന്നെ വളരെ അത്ഭുതമുള്ള കാര്യമാണ്. കാരണം അത്രത്തോളം വലിയ വീടാണ്. അതോടൊപ്പം തന്നെ നായികളും അതോടൊപ്പം വലിയ മതിലും കെട്ടെല്ലാമുള്ള വീട്ടിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കൂടോത്രം അവിടെ എന്ന സംശയം മാത്രമാണ് ബാക്കിയാകുന്നത്. എന്തായാലും ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരിക്കാനുള്ള സാധ്യത എന്തായാലും കെ സുധാകരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി കാണേണ്ട സാധ്യതയാണ്. എന്നാൽ ഇതാരാണ് ഇതിന് പിന്നിലെന്ന് ഒരു അറിവ് കിട്ടിയിട്ടില്ല. അതിന് കോൺഗ്രസിന്റെ ഭാഗത്തെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി ആ വീട്ടിൽ ഇത്തരത്തിലൊരു കൂടോത്രം കുഴിച്ചിട്ടതാണോ അതോ എതിർ പാർട്ടികളുടെ ഭാഗത്ത് നിന്നും ഒരു കൂടോത്രം ഉണ്ടായതാണോ എന്ന് അറിയില്ല. എന്തായാലും ഇതിന് സമാനമായി തന്നെ 1 മാസം മുൻപും ഇവിടെ കർണാടകയിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രി ശിവകുമാറും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. കണ്ണൂരിൽ ഇത്തരം ഒരു കൂടോത്രം നടന്നിട്ടുണ്ടെന്നും തനിക്കെതിരെയാണ് അത് ഉണ്ടായതെന്നും 1 മാസം മുൻപ് ഈ ശിവകുമാറും പറഞ്ഞിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സുധാകരന്റെ വീട്ടിൽ നിന്നും ഒരു കൂടോത്രം കുഴിച്ചെടുത്തിരിക്കുന്നത്. ശ്രീജിത്ത്, അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 1.5 വർഷം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ ഒന്ന് ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരിക്കാം? എന്തായാലും സുധാകരൻ വലിയ വിജയത്തിന്റെ പിന്നാലെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും വിജയത്തിന് പിന്നാലെ നിൽക്കുകയാണ്. ചിലപ്പോൾ ഈ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി തന്നെയായിരിക്കാം ഇത്തരം 1.5 വർഷം മുൻപുള്ള ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയത് എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താനും അതോടൊപ്പം തന്നെ സുധാകരനും ജോത്സ്യനും അവരുടെ അനുയായികളും മാത്രമാണ് ആ സ്ഥലത്തുണ്ടായിരുന്നത്. അവരിൽ ഉണ്ടായിരുന്ന ആളാണ് ഇത്തരത്തിൽ വീഡിയോ എടുത്തതെന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും അവരുടെ ഭാഗത്ത് നിന്നും ആയിരിക്കും ഇത്തരം ഒരു ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ എന്തായാലും വിവാദമാകാനുള്ള സാധ്യതയുണ്ട്. കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ കൂടോത്രമെല്ലാം വർഷങ്ങളായി തന്നെ നിരോധിച്ചതും അതോടൊപ്പം തന്നെ ഈ കേരള ജനത ഉപേക്ഷിച്ചതുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം നിരന്തരം ഈ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ധരിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് അതിൽ വരുന്നത്. ജോത്സ്യൻ ചോദിക്കുമ്പോൾ പലതവണ അതിനുള്ള കൃത്യമായ മറുപടി തന്നെ പറയുന്നു. തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, തന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു, അതിന്റെ തെളിവാണ് ഇത്തരം കൂടോത്രങ്ങൾ എന്ന് പറയുന്നു. അതോടൊപ്പം എന്തായാലും ആ കൂടോത്രത്തിൽ ഈ സുധാകരന്റെ വീടിന്റെ ചിത്രമുണ്ട്, കുറെ തകിടുകളുണ്ട്, തെയ്യത്തിന്റെ രൂപമുണ്ട്. എന്തായാലും
അതിലെ എല്ലാം ആ വീഡിയോ കാണുമ്പോൾ തന്നെ, ആ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. എന്തായാലും വളരെ അത്ഭുതത്തോടെയും വളരെ പേടിയോടെയുമാണ് സുധാകരൻ അതിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് എതിരെയുള്ള എന്തായാലും ക്രിയകളും ചെയ്യാനുള്ള സാധ്യത എന്തായാലും ഉണ്ടായിരിക്കേണ്ട സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് വിജയിച്ചതിന്റെ ഫലമായിരിക്കും നിലവിലെ കണ്ണൂരിലെ അതോടൊപ്പം തന്നെ കാസർഗോഡിലെ വിജയങ്ങൾ. അതായത് ശ്രീജിത്ത്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ സംഭവം സുധാകരനെ സംബന്ധിച്ചിടത്തോളവും രാജ്മോഹനെ സംബന്ധിച്ചിടത്തോളവും 1.5 വർഷം മുൻപ് തന്നെ അറിയാമായിരുന്നു. സുധാകരന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ കൂടോത്ര തകിടുകളൊക്കെ കുഴിച്ച് എടുക്കുന്നതും ഒക്കെ. പക്ഷേ ഇപ്പോൾ ഈ സംഭവം പുറത്തറിയുന്നത് അബദ്ധവശാലാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? അതിനെക്കുറിച്ച് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം ഇത് എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് എന്തായാലും വ്യക്തമല്ല. ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് ഇത്തരമൊരു ദൃശ്യം ലഭിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ചർച്ച ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ രണ്ടുപേരും പ്രതികരിക്കാനും തയ്യാറാകുന്നില്ല. ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ വീഡിയോ ചോർന്നത് അടക്കമുള്ള പ്രതികരണങ്ങൾ പലതവണ തേടിയെങ്കിലും ഉണ്ണിത്താൻ അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ മറുപടിയിലൂടെ മാത്രമേ ഇത് ആരുടെ ഭാഗത്തു നിന്നായിരിക്കും ചോർന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം ഇത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നാണോ അതോടൊപ്പം തന്നെ അതോ എതിർ പാർട്ടിക്കാരുടെ ഭാഗത്ത് നിന്നാണോ ചോർന്നതെന്ന രീതിയിലുള്ള ചർച്ച എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും ഈ സുധാകരനും അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും ഈ സുധാകരന്റെ അനുയായികളും ഉൾപ്പെടെയുള്ളവരാണ് ആ സ്ഥലത്തുണ്ടായിരുന്നത്. അവരിൽ നിന്നും ചോരാനാണ് സാധ്യത. അവരാണ് ഈ വീഡിയോ എടുത്തതും അതോടൊപ്പം തന്നെ ആ സംസാരിക്കുന്നതെല്ലാം വളരെ വ്യക്തമാണ്. സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും ജോൾസിനും ഉൾപ്പെടെയുള്ളവർ ആ കൂടോത്രം പുറത്തെടുക്കുമ്പോൾ പല രീതിയിലുള്ള സംസാരങ്ങൾ അവിടെ ഉന്നയിക്കുന്നുണ്ട്, സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകും ഇവർ കൂടെ ഉണ്ടായിരുന്ന ആരോ പുറത്തുവിട്ട വീഡിയോ ആകാനാണ് സാധ്യത. ശ്രീജിത്ത്, നമുക്കറിയാം കോൺഗ്രസിൽ എപ്പോഴും ഗ്രൂപ്പ് വഴക്ക് സജീവമാണ്. ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ തന്നെ പലപ്പോഴും മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കൂടോത്ര വിവാദം എന്ന് പറയുന്നത് ഏറെ രസകരവും വിചിത്രവും ഒക്കെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇങ്ങനെയൊരു കൂടോത്ര വിവാദം കൂടി പുറത്തു വരുമ്പോൾ കോൺഗ്രസിന് ഇത് ഗ്രൂപ്പ് വഴക്കിനേക്കാൾ വലിയൊരു തലവേദനയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രോഹിണിയെ, നമുക്ക് പുത്തരിയാണെങ്കിലും കോൺഗ്രസിന് അത് പുത്തരിയല്ല. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 2 മാസം മുൻപായിരുന്നു കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ ശിവകുമാർ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. തനിക്കെതിരെ, തന്റെ ഭരണത്തിനുമെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത്തരം ഒരു കൂടോത്രം നടന്നിട്ടുണ്ട്, അത് തളിപ്പറമ്പിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നതെന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പലതവണ ഈ കോൺഗ്രസ് നേതാക്കളോട് ഇതിന്റെ വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ അവർ പൊതുവെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആ സാഹചര്യം തന്നെ കോൺഗ്രസിലെ പല നേതാക്കളും ഇത്തരം കൂടോത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അത് കേരളത്തിലായാലും കർണാടകത്തിലായാലും മാറ്റമില്ലെന്നാണ് തെളിയിക്കുന്നത്. കർണാടകയിൽ നിലവിലെ KPCC പ്രസിഡന്റും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ ആണെങ്കിൽ കേരളത്തിൽ അത് K സുധാകരൻ എന്ന വ്യത്യാസം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ശ്രീജിത്ത്, നമുക്കറിയാം സുധാകരൻ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വലിയ വെല്ലുവിളികളൊക്കെ നേരിട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കുഴിച്ചെടുക്കുന്നത് 1.5 വർഷം മുൻപാണ് എന്നാണ് അവർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആ സമയത്ത് സുധാകരനെതിരെ ഈ പ്രാദേശികമായ രീതിയിലുള്ള ഇത്തരം ചില കാര്യങ്ങൾ നടന്നിരുന്നു എന്ന് വേണം അനുമാനിക്കാനല്ലേ? തീർച്ചയായും ആ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിലും വലിയ വിമർശനങ്ങളും അതോടൊപ്പം തിരിച്ചടികളും ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു സുധാകരന് 1.5 വർഷം മുൻപ്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ ഉണ്ണിത്താന്റെ ഉപദേശപ്രകാരം പത്തനംതിട്ടയിലെ ഒരു ജോൽസിനെ സമീപിക്കുന്നത്. ആ ജോൽസിന്റെ ഉപദേശപ്രകാരമാണ് ഇവർ 3 പേരും കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും അതോടൊപ്പം തന്നെ K സുധാകരനും ജോൽസിനും ഉൾപ്പെടെയുള്ളവർ ഈ കണ്ണൂരിലെ വീട്ടിലെത്തി അവിടുത്തെ വീട്ടിലെ കിഴക്കേ മൂലയിലാണ് പരിശോധന നടത്തിയത്. ആ കിഴക്കേ മൂലയിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു കൂടോത്രം കുഴിച്ചെടുത്തത്. അതിനുശേഷം ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. പല ചിത്രങ്ങളും, വീടിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ആ കൂടോത്രത്തിലുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ തകിടുകൾ ഉണ്ടായിരുന്നു, തെയ്യത്തിന്റെ രൂപമുണ്ടായിരുന്നു. ഇതെല്ലാം അവർ വൃത്തിയാക്കി എടുക്കുന്നത്, കഴുകി വൃത്തിയാക്കി എടുക്കുന്നതും കാണാം. അതോടൊപ്പം തന്നെ ആ തകിടിൽ എന്തോലെ എഴുതിയിട്ടുള്ളതായ ജോത്സ്യൻ തന്നെ പറയുന്നു അത് K സുധാകരനെതിരെയുള്ള എന്തെങ്കിലും ആണോ എന്ന രീതിയിലും അവർ സംസാരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്.
ശരി ശ്രീജിത്ത്. കണ്ണൂരിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ പൂട്ടാൻ കൂടോത്രം നടന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ. കെ സുധാകരന്റെ വീടിന് സമീപം കുഴിച്ചിട്ട തകിടുകൾ കണ്ടെത്തി. കുഴിച്ചിട്ട വസ്തുക്കൾ പുറത്തെടുത്തത് കെ സുധാകരന്റെ സാന്നിധ്യത്തിലെന്നും ഉണ്ണിത്താന്റെ വെളിപ്പെടുത്തൽ. 1.5 വർഷം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തായിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല.